എന്നാലും ഇപ്പൊ എന്ത് കാട്ടിട്ടാണ് കുറച്ചനെ ഈ മനസ്സിനിങ്ങനെ കാട്ടിയത്? എത്ര റബ്ബ ഞാൻ കാട്ടഞ്ഞ്. ഞാൻ എങ്ങനെങ്ങാനും നോക്കിയതാണ് ആ മനസ്സിനെ. ഇന്നലെയും കൂടി ഞാൻ തുണിയും കുപ്പായൊക്കെ ഇസ്ത്രിക്ക് ഇട്ട് കൊടുത്താണ്. അതെങ്ങനെ കാട്ടാനാണുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ റബ്ബേ. പിന്നെ തുടങ്ങിയ ആ ഗുളിക ഒന്ന് കുടിച്ചുകൂടിയായിരുന്നു നിങ്ങക്ക്? എന്തിനാ നോളിച്ചേ? വയറുവേദന ഒന്നും ഇല്ലടാ. എന്താ സംഗതി? എന്താ ഇങ്ങനെ നോളിച്ചുകൊണ്ടിരിക്കണ? എന്താണിത്? ഞാൻ എത്തഞ്ഞു കാട്ടേണ്ടത് റബ്ബേ, നിച്ചല്ലോ. എന്താ വയറുവേദന? ഇവിടെ നിരോധിച്ചിട്ട് കാര്യമില്ല. എന്നാ ഒരു ഓട്ടോസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലോ. വയറുവേദന നല്ലല്ലോ, ഇങ്ങനെ ഇരുന്ന് നോളിച്ചാണ്. എന്താ സംഭവം? എന്താണ് പറയേണ്ടത്? എത്ര വട്ടം ഞാൻ ചോദിച്ചു. ഇമ്മ കാര്യം എന്താ നിങ്ങൾ പറയും? ഒരു സൂക്കൊന്നുമില്ലടാ. നിങ്ങളെ ബാപ്പ കാട്ടിയ പണി നിങ്ങൾക്ക് അറിയോ? പാപ്പങ്ങളെ ചീത്ത അറിഞ്ഞാ? 10-52 കൊല്ലായി നിങ്ങളെ ബാപ്പനെ കെട്ടിയിട്ട്. അതിന്റെ അടുത്ത് ഞങ്ങൾ തല്ലോടും ചീത്ത അറിയൊക്കെ ചെയ്തു. അതിലൊന്നും വെച്ചൊരു വിഷമില്ല. ഇപ്പൊ നിങ്ങളെ ബാപ്പ വേറെ പെണ്ണെട്ടിക്കുന്നല്ലോ. ആരമ്മ നിങ്ങളോട് പറഞ്ഞത്? ആരും എന്തേ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണ? ബാപ്പ ഒന്നും ചെയ്യൂലേ? എടാ, ഞാനും അങ്ങനെ തന്നെയല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ കാലം അത്രയും ഇങ്ങനെ കഴിഞ്ഞിട്ടും മൂപ്പരിപ്പ അങ്ങനെ കാട്ടുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ. നമ്മളെ കുഞ്ഞാമ്മയാണ് വിളിച്ചു പറഞ്ഞത്. ഓൾ അവിടുന്ന് കണ്ടു പറഞ്ഞാണ്ട് പിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കാതിരിക്കുക? കുഞ്ഞാമ്മ പറഞ്ഞാണെങ്കിലേ അത് ശരി തന്നെയാണ്. കാരം ഇമ്മ നിങ്ങൾ ഇപ്പാന്റെ കാര്യങ്ങളൊന്നും നോക്കലില്ലേ? എടാ, ഞാൻ അതിനൊരു നോട്ടക്കുറവും വരുത്തിയിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാതൊക്കെയായിരുന്നു. ഈ ഇടക്കായിട്ടേ ഒരു ഫോൺ വിളി ഏത് കാലത്തും വരലുണ്ട്. പാതിരാക്കാണ് വരിക. എന്നാ അത് എടുത്തോണ്ടാണ്ട് പോകും. ഞാൻ ചോദിച്ചാ പറയും അത് വീരാനാണെന്ന്. ഇച്ചറിയില്ലല്ലോ ഇപ്പത്തെ ഈ ഉള്ളുകള്ളിയൊന്നും. എനിക്ക് ഇനിയിപ്പൊ പേടിയെത്താച്ചാല് നമ്മള് പെൺകുട്ടികളെ കെട്ടിച്ചുണ്ടല്ലോ, അയക്കന്റെ പേരിൽ എന്താ അറിഞ്ഞാലെത്താ കേട്ടിന്നുള്ളതാണ്. ഓർക്കാ മാനക്കേടല്ലേ ബാപ്പ രണ്ടാമത് കെട്ടിക്കൂടെന്ന് പറഞ്ഞാല്? മാനക്കേട് പെങ്ങന്മാർക്ക് മാത്രല്ല, നമ്മക്ക് എല്ലാവർക്കും ഉണ്ട്. ബാപ്പാന്റെ ആ പെണ്ണിട്ടമ്പൂതി ഇന്നത്തിൽ അവസാനിക്കും. ഞാൻ അപ്പൊ പോവാണ്. എവിടെ ഉണ്ടെങ്കിലും പിടിച്ചിങ്ങളെ മുന്നിൽ കൊടുത്താക്കി തരാം. നാണിയപ്പോ ആലിയാക്ക വേറെ പെണ്ണിട്ടിരുന്നാ തോന്നുന്നത്. അതാണ് തോന്നുന്നത് അവിടെ വലിയ പ്രശ്നം. അതെ, ചാരിയ മണക്കും. ബീരാക്കി 2 പെണ്ണിട്ടിക്കണു. ഇയാൾ അയാളപ്പം നടക്കല്, അതുകൊണ്ട് ഇയാളും കിട്ടും. അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാ. നമുക്കൊന്ന് ചോദിച്ചു നോക്കി ഉറപ്പുവരുത്തിയാലോ എന്താ സംഭവം എന്നുള്ളതൊന്ന്. എടാ, നമ്മളിപ്പോ ഇതിന്റെ അടിയിലേക്ക് ചോദിച്ചണോ? അത് മോശല്ലേ? അതിനിപ്പോ എന്താ, ഓരിപ്പോ നമ്മുടെ കൂടെ ഉള്ള ചെങ്ങന്മാരനല്ലേ. കാര്യം പറയുന്നപ്പോ എന്താ പ്രശ്നം? ജസ്റ്റ് ചോദിച്ചു നോക്ക. കുഞ്ഞനെ എന്താ പ്രശ്നം? രഞ്ജിത്ത, ഉമ്മാക്ക് ചെറിയ വയറുവേദന, ആസ്പത്രി കൊണ്ടുപോവാണ്. അതിന്റെ കാര്യം പറയാ. ഉമ്മ നിങ്ങൾ നീച്ചാനെ ആൾക്കാർ നോക്കുക. ഇവിടെ ഇരുന്നേ കണ്ട് ഉള്ളിൽ കേൾക്കാൻ. അതൊക്കെ നമുക്ക് തീരുമാനം എടുക്കാം. എന്നോട് പറഞ്ഞില്ലേ? ഞാൻ എന്നോട് അപ്പളേ പറയില്ല ചോദിക്കണ്ടെന്ന്. പോലെ അത് കാര്യം നമ്മളോട് മാറ്റിയാ പറഞ്ഞത്. നമുക്ക് ചോദിക്കേണ്ടിന്നില്ലല്ലേ? വേണ്ടിന്നില്ല. മോശായി. അപ്പാണ് പോയി. എന്തേ പാണ്ട് പെട്ടെന്ന് പോകാം? എന്തേലും അർജന്റ് ഉണ്ട് അവിടെ? ഞാൻ രാവിലെ വിളിച്ചപ്പോഴാ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പ എന്നോടാ വിവരങ്ങളൊന്നും പറഞ്ഞില്ലേ? അവിടുത്തെ അളിയനെ സുഖമില്ലായിട്ടേ പോവാൻ വന്നീന്നു. അപ്പൊ അങ്ങനെ പോയതാണ് പെട്ടെന്ന്. അപ്പൊ എന്തേ ഇപ്പൊ മൂപ്പർക്ക് പെട്ടെന്നുണ്ടായി? അതിനെന്നല്ലേ നെഞ്ഞുവേദന ഉണ്ടായതാണ്. അപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ പോയതാണ്. എന്നപ്പൊ ഇനി 2 ദിവസത്തിന് വരവുണ്ടാവില്ല. എന്നാലേ വൈകുന്നേരം ആ കോഴികളെ കൊണ്ട് പിടിച്ചിട്ട് കാണ്ടേ അങ്ങോട്ട് പോകുന്നോണ്ട് ഇവിടെ ഒറ്റക്ക് കിടക്കണ്ട കേട്ടോ. കോഴിയാളെ പിടിച്ചിട്ട് കാണ്ടേ മയിര് ബിസ്കരിച്ച് കാണി ഞാനാണ് വരാ. ഇജിപ്പോ എടുക്കാ പാടത്തേക്കോ? അവിടെ പണിക്കാരായിട്ടുണ്ടാ? പൂളക്കൊമ്പിലേ നിറച്ച് പുല്ലാണ് ഈ മഴ ചെയ്തിട്ട്. അപ്പൊ അത് വെയ്ക്കണ മാരിയൊക്കെ ഒന്ന് ചെത്തട്ട വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം അങ്ങാടിയൊക്കെ ഇറങ്ങപ്പോഴേ അവിടുന്ന് ഒരു വർത്താനം കേട്ടു. ഇജ്ജ് അതിന്റെ വിവരം വല്ലതും അറിഞ്ഞോ? എന്താടാ? ഇജ്ജിതൊന്നും അറിഞ്ഞിട്ടില്ലേ? അളിയാങ്കാന്റെ ഒപ്പം നടക്കണ ആലില്ലേ, ഓ 2ാം പെണ്ണ് കെട്ടിന്ന് പറയുന്നു കേട്ടു. ഇന്നലെ ഞാൻ അങ്ങാടിക്ക് വൈകുന്നേരം ചെന്നപ്പോഴേ
അവിടെ ഇങ്ങനെ ആൾക്കാർ അതിനെ പറ്റിയാണ് ചർച്ച. ആലി പെണ്ണിട്ടെ കാര്യമൊന്നും അളിയാക്ക ഇവിടെ ഒരു വിവരം പറഞ്ഞിട്ടില്ലല്ലോ. അളിയാങ്ക എന്നോട് ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലേ. എന്നാലേ അളിയാങ്കയാണേലെ ഈ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. അളിയാങ്കാക്ക് ഇപ്പൊ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? അളിയാങ്ക 2 പെണ്ണെട്ടിക്കുന്നു വെച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ പെണ്ണെട്ടിച്ചാ നടക്കുക. അളിയൻ പെണ്ണെട്ടിക്കുന്നു വെച്ചിട്ടേ നാട്ടുകാരെ കൊണ്ടൊന്നും അളിയൻ പെണ്ണെട്ടിപ്പിച്ചൂല. മൂപ്പര് കെട്ടിയ കാരണം എനിക്കറിയില്ല. കുട്ടികളും മക്കളും ഇല്ലായിട്ടല്ലേ, നമ്മളൊക്കെ തന്നെ അല്ലേ മൂപ്പരെ കൊണ്ട് പെണ്ണെട്ടിച്ചത്. നമ്മളൊക്കെ തന്നെയാണ് പെണ്ണ് കെട്ടിച്ചത്, അതൊക്കെ ശരി തന്നെയാണ്. എനിക്ക് കുട്ടികളുണ്ടാവില്ല അറിഞ്ഞു കണ്ടാണ് മൂപ്പരെ കൊണ്ട് പെണ്ണെട്ടിച്ചത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കാലത്രയായി. ഇപ്പൊ അവിടെയും കുട്ടികളില്ല, ഇവിടെയും കുട്ടികളില്ല. എടി എനിക്ക് കുട്ടികളില്ലാത്തതേ എൻ്റെ കുഴപ്പമല്ലേ നീല, അളിയാങ്കാൻ്റെ കുഴപ്പമാണ്. നമ്മളൊക്കെ അത് പിന്നല്ല അറിഞ്ഞത്. നമ്മളെപ്പാൻ്റെ ചങ്ങായിൻ്റെ മോനാണ്, നല്ല ചെക്കനാണ് എന്നൊക്കെ പറഞ്ഞു കണ്ട് കെട്ടിച്ചതാണ് ഇപ്പം എന്നെ. ആൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടും കുട്ടികളും മക്കളൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടപ്പോൾ അതാണ്ട് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അപ്പം എന്നെ വേറെ കെട്ടിച്ചാൽ എനിക്ക് കുട്ടികളും മക്കളും ആയിരുന്നു, നല്ല നിലയിൽ ജീവിച്ചായിരുന്നു. ഇതിപ്പോൾ ഇനി കാലാകാലം ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കണ്ടേ. ഒന്നിപ്പോ ഇഞ്ചി പറയണ്ട. മൂപ്പര് 2 പെണ്ണെട്ടിക്കുന്നു വെച്ചിട്ട് ഇന്നോട് സ്നേഹക്കുറവും ഇന്നെ നോക്കായി ഒന്നുമില്ല. കടക്കട്ടെന്ന് ഞാൻ പോവാന്നാ. എന്നോട് വർത്താനം പറഞ്ഞു എൻ്റെ നേരം പോണ്. പിന്നെ വൈകുന്നേരം പോരാൻ മറക്കണ്ട, ഇനി ഇവിടെ ഒറ്റക്ക് കിടക്കണ്ട കേട്ടോ. ആയിക്കോട്ടെ. എത്താൻ മുട്ടേ പോളിങ്ങനെ കാണുന്നു. ഞാനതിങ്ങനെ അതിൽ ചിത്രം ഇങ്ങനെ പായിടുമ്പോഴേ ഒരു രസമാണല്ലോ. ഇതെത്തപ്പോ ചാക്കിലും പറ്റിയിലൊക്കെ അതാടാ ചാക്കില് 10 തേങ്ങയാണ്. ഇതിലേ ഒരു പെടക്കോയിന്റെ കുട്ടിയാണ്. ഞാൻ വണ്ടിപ്പെരിയാർക്കേ എന്റെ റുക്കിയാന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ നബീസൂന്റെ അടുത്ത് കുറെ കോഴിയുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു കോഴിക്കൂട്ടിനാണ് കൊണ്ടുപോയത്. അവിടെ കോഴിക്കൂട് ഇങ്ങനെ ഉണ്ട്, കോഴിയാളൊന്നും ഇല്ല. അപ്പൊ ഓളിങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇനി വരുമ്പോ കൊണ്ടുപോണ്ടിന്ന്. അല്ല റുക്കിയാന്റെ ഇത് വന്നിട്ട് ഇപ്പൊ ഒരു ആഴ്ചയുള്ളൂ. ഇപ്പത്തേനാണ്ട് മണ്ടണു. വന്നിട്ട് ഒരാഴ്ചക്കെ ആയിട്ടുള്ളൂ. ഇന്നലെ അന്തിക്കുണ്ട് ഓള് വിളിച്ചിടും. ഓളെ ആങ്ങളൊക്കെ പെട്ടെന്ന് ഒരു നെഞ്ഞുവേദന ഉണ്ടായിക്കാണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അപ്പൊ അവിടെ നിന്ന് പോയി രാജിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു 4 ദിവസത്തിന് കാക്കണ്ടല്ലേ? അല്ല, ഞാൻ 4 ദിവസം നിൽക്കൂല. നാളെ വൈകുന്നേരത്തിന് തന്നെ പോരും, വിസേജൊന്നും ഇല്ലെങ്കിൽ. ഞാനേ ഒരു കാര്യം എങ്ങനെ ചോദിച്ചാൽ എപ്പോഴും കരുതും, റുക്കിയാക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? റുക്കിയാനപ്പൊ ഞാൻ 5 കൊല്ലം മുന്നല്ലേ കിട്ടിയത്. ഓൾക്ക് അന്നേ 35 വയസ്സായിരുന്നു. ഒരു 40 കഴിഞ്ഞിട്ടുണ്ടാകും. 10-40 വയസ്സായിട്ടുള്ളൂല്ലേ? ഇതുവരെ കുട്ടികളൊന്നും ആയില്ലല്ലേ? വനാര മൈമുട്ടി അതിലൊക്കെ വല്ല ബസ്മണ്ടിച്ച്. എന്റെ നബീസൂന് കുട്ടികളാവാക്കേ വേറൊരു പെണ്ണ് കിട്ടിയതാണ്. ഓൾക്കും തീർപ്പിരിയെന്നൊന്ന് കെട്ടിക്കോളി ഇറങ്ങാണ്ട് അങ്ങനെ കിട്ടിയതാണ്. 5 കൊല്ലായി. ആശുപത്രികളിലൊക്കെ ഞാൻ അവിടെ കുറെ കാട്ടി, ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഒരു കുട്ടീനെ കളിപ്പിച്ചാനൊക്കെ ഒരു പൂതി ഇച്ചുണ്ട്. പഠിച്ചോൻ തന്നാലല്ലേ മേടിച്ചാൻ പറ്റുള്ളൂ. നിങ്ങൾ ചാടി കടന്ന് കെട്ടിയല്ലോ, നബീസ് നിർബന്ധിച്ചപ്പോ കെട്ടിയതല്ലേ കുട്ടികൾ മക്കളില്ലായിട്ട്. അതൊക്കെ സമാധാനപ്പെടി, പഠിച്ചോൻ തരും. പിന്നെ വരുമ്പോ പറ്റുവെച്ചെങ്കിലേ കുറച്ച് ഏലക്കായ് കൊണ്ടുപോണ്ടി. ഇവിടെ ഒന്നും വലിയ കൊണുള്ള മോര് കിട്ടൂല, അവിടെ നല്ല മോരുണ്ടാവും. ഏലമാണ് ഞാൻ വരുമ്പോ കൊണ്ടുവരാ. ഇജിന്നോട് പറയായിട്ടാണ്, അല്ലെങ്കിൽ എപ്പോഴോ കൊണ്ടുവരുന്നു. ഓൾക്കേ അവിടെ തോട്ടമുണ്ട്, അതിൽ തന്നെ സാധനം ഉണ്ട്. 45 ദിവസം കൂടുമ്പോ ഈ വിളവെടുക്കലായിട്ട് ഞാൻ കണ്ടേ നബീസൂനും എൻ്റെ പെങ്ങള് ആഴ്ചമൂനൊക്കെ കൊണ്ടുവരലുണ്ട്. ഞാൻ വരുമ്പോൾ കുറച്ച് കൊണ്ടുവരണ്ടെന്നാ. ഇവിടുത്തെ ഏലത്തിനെക്കാട്ടി നല്ല ഏലാണ്, നല്ല തൊടുള്ള കായാണ് അതൊക്കെ. അങ്ങക്കുള്ള ബസ്സാണല്ലോ വരുന്നത്, നല്ല ആളും ഉണ്ട്. കാര്യം ഈ ചാക്കി ഞാൻ വെച്ചുതരാം. എപ്പോ തുടങ്ങിക്കോ നിങ്ങൾ ഈ പുസ്റ്റപ്പ്? ഈ വെള്ളം കുറച്ചാണ് കുടിച്ചാ നിങ്ങള്. ഇതാ ഇതൊന്നും ഞാൻ രാവിലെ എടുക്കേണ്ടതാണ്. പുഷപ്പ് പാലേ അടുപ്പത്ത് തിളക്കണുള്ളൂ, മുട്ട പൊഴിഞ്ഞ് വെച്ചിക്കണ്. അത് ഇനി കുളി കഴിഞ്ഞിട്ട് തിന്നാ പോരെ നിങ്ങൾക്ക്? ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ക്ഷീണമല്ലല്ലോ? ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്, ക്ഷീണം ഉണ്ടാവില്ല. അങ്ങനെ ക്ഷീണമുള്ളതായി തോന്നി എനക്ക്? എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. നിങ്ങൾ ആദ്യം എന്നെ പെണ്ണാണാൻ വന്നപ്പോഴേ ഞാൻ എൻ്റെ നാത്തൂനോട് പറഞ്ഞും ചെയ്ത്, അതിനൊരുപാട് പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്കിപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് എന്ന്. മുത്തേ, എനിക്ക് ഇപ്പോഴേലും തോന്നിയാലോ? എനിക്കന്ന് അവിടുത്തെ പെരിയിലെ പ്രശ്നങ്ങളൊക്കെ കൂടി ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോഴാണ് മനസ്സിനൊരു സന്തോഷവും കുളിർമയും തോന്നുന്നുണ്ട്. ഇതൊരു ഭംഗി വാക്കല്ല കേട്ടോ, സത്യമാണ് ഈ പറഞ്ഞത്. എനിക്ക്
എനിക്ക് നല്ലൊരു പൂതിണ്ട്. നമുക്ക് രണ്ടാം കൂടെ ഒരു ടൂറ് പോയാലോ? ഇജ് പറയാൻ മുത്ത നമുക്ക് എവിടുക്കാ പോണ്ടേ? ഞാൻ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല. നമുക്ക് ഊട്ടിക്കൊന്ന് പോയാലോ? എത്താ ഊട്ടിയിലൊക്കെ ഇടി, നമുക്ക് മൂന്നാർക്ക് പോവാം. അവിടെ റിസോർട്ട് എടുത്തിട്ടേ അതിൽ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. നമുക്ക് അതിൽ നീന്തി ചാടി കുളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോന്നാൽ മതി. എത്താ മനുഷ്യങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടുമ്പോൾ അവിടെ മനുഷ്യന്മാരുണ്ടാവൂലേ? നിങ്ങൾ ചാടി കുളിച്ചിട്ടുണ്ടെങ്കിലാ ഞാൻ ചാടി കുളിച്ചുമ്പോ? ഇജ് വിചാരിച്ച മാതിരി ഒന്നല്ല, അവിടെയൊക്കെ പ്രൈവറ്റ് പൂൾ ഉണ്ടാവും, ആരും കാണൂല. അനക്ക് ട്രൗസറും ബനിയാനും ഇട്ട് ചാടാം. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് നീന്തി കുളിക്കാം. ഈ മനുഷ്യന്റെ ഒക്കെ ഒരു പൂതി ഉണ്ടല്ലോ. പടച്ചോനെ, ഞാൻ പാലടുപ്പത്ത് വെച്ച് കണ്ട നിങ്ങളോട് ഈ കിന്നാരം പറയാൻ നിന്നിട്ടത് അതിപ്പോ തളച്ച് പോയിട്ടുണ്ടാവും. രഞ്ജിത്തെ എന്നിട്ട് കേറി ഇരിക്കടാ. മെമ്പറൊന്നും എങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ലേ? എടാ അന്ന് രാവിലെ നമ്മളെ കുടുംബത്തിൽ കുറച്ച് ചുറ്റുപാടുണ്ടായിരുന്നു. എന്താടാ ഒന്ന് പ്രത്യേകിച്ച് എന്തേലും ഉണ്ടോ? ഇന്റെ പൊന്നു മെമ്പറെ, ഇങ്ങക്ക് ഇന്റെ സ്ഥിതി അറിയില്ലേ? ഞാനിപ്പോ ഒരു വീടുണ്ടാക്കി കൂടിയിരുന്നിട്ടേ 2 വർഷമായി. ഓരോ പ്രാവശ്യം വന്നു പോകുമ്പോൾ ഇതന്നെ നിങ്ങളെടുത്ത് വന്ന് പറയാനുള്ളത്. ഇതുവരെ എന്റെ വീടിന് നമ്പർ ആയിട്ടില്ല. ഇപ്പൊ ഭരണം മാറിയതും കൂടിയല്ലേ, നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി തരും. ഞാൻ ഇപ്പൊ പോവാനായിപ്പോ ലീവും കഴിഞ്ഞിട്ട്. എടാ എനിക്കത് അറിയിട്ടല്ല, 10-20 കൊല്ലായിട്ട് ഈ വാർഡിലെ മെമ്പർ ഞാൻ തന്നെയാണ്. പക്ഷെ വേറൊരു പ്രശ്നം എൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. അത് നിലാണ്, പുരയിടല്ല. അപ്പൊ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പെർമിഷൻ കൊടുക്കരുത് എന്നുള്ളൊരു വിഷയം അതിലുണ്ട്. അതിന് തന്നെ പെർമിഷൻ എടുത്തുകാണ്ട് ചെയ്തേക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. എന്തായാലും എൻ്റെ വിഷമത്തിന് നമ്മളൊരു മാർഗം പറ്റുമോ നോക്കട്ടെ. ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഞാനൊരു പെർമിറ്റിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് മുഴുവൻ കയറി ഇറങ്ങി എത്ര നടന്നു നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടെ വീടുണ്ടാക്കിക്കോ, ബാക്കിയുള്ള നമുക്ക് വരുന്നിടത്ത് വെച്ചിട്ടുണ്ട് കാട്ടാന്ന്. ഞാൻ അപ്പൊ അവിടെ വീടും വെച്ച് താമസം തുടങ്ങി. എന്നിട്ടിപ്പോ എത്ര വെച്ചിട്ടാ നിങ്ങളെ പോലെ എടുത്ത് നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കുക? നിങ്ങളെ എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി തരുന്നുണ്ട് പൊന്നു മെമ്പറെ. ഇത് എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ജീവിക്കുന്നു വേണ്ടേ? എടാ ജയ്, സമാധാനമായിട്ട് ഇരിക്കെ. ഒരു 6 മാസത്തിന്റെ ഉള്ളില് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വീടിനട്ട് തന്നിട്ടുണ്ടാവും. കാരണം എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരിടത്തേന് ഭരണം, ഇപ്രാവശ്യം ഭരണം നമ്മളെ കയ്യിലാണ്. നമുക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതിന് അർഹതപ്പെട്ടവർക്ക് മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും. അതിന് ടെൻഷൻ അടിക്കല്ല. ഞാൻ ഇനി പോവാൻ 2 മാസം കൂടി ഉള്ളൂ. അതിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയും ഒന്ന് ശരിയാക്കി തരും. പിന്നെ പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയാൽ മതി. അത് വൈഫ് അവിടെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓൾ അവിടെ നിന്ന് എടുത്തു തരും. എടാ എന്റെ ഭാര്യ പ്രമേഷനെ ഞാൻ അറിയണ്ടല്ലേ, ഓള് നമ്മളെ UP സ്കൂളിലെ ടീച്ചറല്ലേ. എനിക്ക് ഇജ്ജ് പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ. എന്തായാലും ഇജ്ജ് ധൈര്യമായിട്ട് പോയിക്കോ. അവിടുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുപ്പത്തേറിയിട്ട് കണ്ടിട്ട് അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി കൊടുക്ക്. പഞ്ചായത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ഇനി ചിന്തിക്കണ്ട. ഒരു പ്രവാസി എന്നുള്ള നിലക്ക് ഞാൻ എല്ലാ മാനസിക പരിഗണനയും തന്നിട്ട് ആ നമ്പർ ഇട്ടിരിക്കും. എന്നാ മെമ്പറെ ഞാൻ ഇറങ്ങട്ടെ. അല്ലടാ, ഞാൻ ആ വർത്താനത്തിന്റെ ഇടയിൽ കൂടെ ചായ വെള്ളം എന്താ വണ്ടിച്ച് പറയും, ഞാൻ കാടി കയറും. പിന്നെ നോക്കാം നമുക്ക്. ഓക്കെ സമയം വേണം. ഇതാവട്ടെ, കല്യാണ പരിപാടിയൊക്കെ നല്ല ഭംഗിയായി നടന്നില്ലേ? ഓ, അത് നല്ല രീതിയിൽ നടന്നു കേട്ടാ. പള്ളിക്കരച്ച് നിക്കാതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടക്കാരൊക്കെ പാടേ ബൈക്കിന് പരിപാടി ചെറുതായിട്ട് നടത്തിയുള്ളൂ. പിന്നെ മൂപ്പരൊറ്റയ്ക്ക് വന്നിട്ടുള്ളൂ. അവിടുന്ന് പിന്നെ വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. മുമ്പ് കെട്ടിച്ച മാതിരിയാവോ? പേരും അഡ്രസ്സൊക്കെ ഉള്ള ആളല്ലേ? അഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാ, അത്യാവശ്യം സാമ്പത്തികമുണ്ട്. പിന്നെ അതിപ്പോ 3ാമത്തെ ഘട്ടല്ലേ, നല്ല അന്വേഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരതിനെ പോക്ക് കിട്ടുള്ളൂ. ഇത് നിലന്ന് കിട്ടിയാൽ നിന്റെ പേരിലെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. പിന്നെ എന്റെ പെങ്ങളെടുത്തപ്പോ കുറച്ചൊക്കെ കളിപ്പില്ലേ? അതിന്റെ കാര്യമൊന്നും ഇപ്പൊ പറയണ്ട. എന്റെ പെണ്ണുങ്ങൾ ഓളും കണക്കാ. എന്തെങ്കിലും വിഷയം ഉണ്ടായാല് രണ്ടും കീരിയും പാമ്പുക. മദ്യം പറഞ്ഞ് ഞാൻ കുഴങ്ങി. കല്യാണം കഴിഞ്ഞ് ഒഴിവായ പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ എല്ലാ വീട്ടിലത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ വാട്ടിയേ. ഏട്ടാ, ഇതെങ്കിലും ഒന്ന് നിലന്ന് പോയാൽ മതിയായിരുന്നു. മനസ്സിനൊരു സുഖമില്ല. ഇത് വിഷമിക്കുന്ന മഴടാ, അതൊക്കെ ശരിയായിക്കോട്ടോ. പിന്നെ എനിക്ക് പോയിട്ട് കുറച്ച് അർജന്റ് ഉണ്ട്, നമുക്ക് പിന്നെ കാണട്ടോ.
കാക്കാ ആ അവിടെ ഇരുന്നടാ. ഇപ്പാന്റെ കാര്യത്തില് എത്ര കാക്ക കാട്ടുക, ഇമ്മ ഭയങ്കര ഫീലിങ്ങിലാണ്, രാത്രി ഉറങ്ങുന്നില്ല. ഞാൻ ഇന്നലെ അവിടെ വന്നില്ലല്ലോ ഉമ്മാൻ്റെ അടുത്ത്. ഉമ്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞാന്. അതാ ഞങ്ങളോട് വരാൻ പറഞ്ഞത്, നേരിട്ട് സംസാരിക്കാൻ വിചാരിച്ചിട്ട്. ഇമ്മാനോട് അത്യാവശ്യം കാക്കാൻ ഞങ്ങൾ രണ്ടാളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്താണ്ട് പറഞ്ഞാലും ഉമ്മാക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇതങ്ങനെ വിടാൻ പറ്റൂല കാക്ക, തക്കതായ ഒരു തീരുമാനം ഇതിനെടുക്കണം. ഇമ്മ പറയേണ്ടതേ ആ ബീരാങ്കാക്കയാണ് ഇപ്പാനെ ഈ കുടുക്ക് കൊണ്ടേ ചാടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിലക്കും ഞമ്മക്ക് ഇത് വിടാൻ പറ്റൂല. ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ആളൊന്ന് കാണാൻ വിചാരിച്ചു. നിങ്ങളിപ്പോ അതിന് നിൽക്കണ്ട, നിങ്ങളിപ്പോ വീരാനെ കാണാൻ പോകുന്നു വേണ്ട. നിങ്ങളെ പാപ്പം കിള്ളക്കിട്ടൊന്നുമല്ലല്ലോ വീരാൻ പറഞ്ഞിട്ടാണ് പെണ്ണിട്ടാനെ. അതൊന്നല്ല കാക്ക, ഇന്റെ കൂട്ടുകാരണ്ടല്ല ഇസ്മായിൽ ബസ് പോണേ, ഓ എന്നോട് പറയണേ ഇപ്പൊ ഉണ്ടാല ഒരു ടൗസറൊക്കെ ഇട്ടുകാണ്ട പെമ്പറന്നോളെ കജ്ജും പിടിച്ചു കണ്ട ആ സ്റ്റാൻഡിൽ നിൽക്കണം. ഈ വയസ്സ് കാലത്തെ ഞങ്ങളെ അപമാനിക്കാനാണ് ഇപ്പൊ ഈ പെണ്ണിട്ടിരിക്കുന്നത്. എടാ അപമാനം നിങ്ങൾക്ക് മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവർക്കും കൂടെ അപമാനം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തീർക്കേ പറ്റുള്ളൂ. അതിനെന്തെങ്കിലും വലിയ പൈസ എന്തെങ്കിലും കൊടുത്തേക്കാണ്ട് ആരെങ്കിലും കണ്ടിക്കട്ടെ, എന്താ മടിച്ച് ചെയ്തിട്ട് അതൊന്നും ഒഴിവാക്കി കിട്ടണം. ഒരു ഉറുപ്പി കൊടുത്തിട്ട് ബന്ധം ഒഴിവാക്കാൻ പറ്റൂല കാക്ക, രണ്ട് കൊടുത്തിട്ടാണ്ട് ഒഴിവാക്കേണ്ടി വരും. അത് അമ്മോങ്ങാക്കാന്നുള്ള നിലക്ക് നിങ്ങളാണ്ട് ഏൽപ്പിക്കണേ, ഞങ്ങൾക്ക് ആ പണിയെടുക്കാൻ പറ്റൂല. ഞങ്ങള് മക്കളായി പോയില്ലേ. നിങ്ങൾ ആരെയും അടിച്ചാലും പിടിച്ചാലും നിൽക്കണ്ട. ഞാൻ ഓല് താമസിക്കുന്ന സ്ഥലം ഒന്ന് കണ്ടുപിടിക്കട്ടെ, അവിടെ നമുക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യട്ടെ. അതിന്റെ ദിവസം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എങ്ങനെയാ ആക്കാ, ഞങ്ങളോട് പോട്ടെ. അല്ലടാ അമ്മായി ചാരൊക്കെ ഉണ്ടാവും. നിങ്ങളാ നോക്കി മമ്മൂട്ടിയ പെണ്ണിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്തേ തീരുമാനം ഉണ്ടായി? ഇതിപ്പോ മെമ്പറെ കണ്ടൊക്കെ വർത്താനം പറഞ്ഞില്ലേ, എന്തേലും തീരുമാനം എടുത്തെന്നിട്ട്? മെമ്പറോടൊക്കെ പറഞ്ഞോ, ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. അതൊക്കെ എന്നെ പറഞ്ഞാൽ മതി. ഈ ചെക്കം ഇപ്പോഴും കള്ളുടിയോ കഞ്ചാവലിയോ ഒന്നും നിർത്തിയിട്ടില്ല. ഓൻ്റെ ദുരൂത്തി എന്താ ഇപ്പം പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഓൻ്റെ ഉമ്മയും പങ്കന്മാരൊക്കെ എൻ്റെ മോളപ്പാണ്. പിന്നെ ഇപ്പം അമ്മോസം മരിച്ചു പോയില്ല, 5-8 കൊല്ലായി. അയാൾ കൊടുത്ത തെളത്താണ് ഇപ്പം പേരാറ്റി. ഓന്റെ പൈസക്ക് തന്നെ അല്ല അതിലൊരു പേര വെച്ചത്. ഓലൊക്കെയാണ് ഓൻ്റെ കായ്ക്ക. അത് ഞാനേ അന്ന് കെട്ടിച്ചും പോലെ ചുറുപ്പിയും 50 പണ്ടും കൊട്ടിന്നല്ല, കുറച്ച് പണ്ടം വിറ്റിക്കാണ്ട് പോകാൻ പേരാറ്റിക്കണം. ബാക്കിയുള്ള കായ്മൻ കൂട്ടാൾ കൂടി കണ്ട് കള്ളുടിച്ച് കണ്ടും തമ്മാറ്റരായിട്ട് നടന്നതാണ്. ഇപ്പോൾ ഒരു ബീസത്തൊക്കെ എൻ്റെ കുട്ടിയുടെ പേരത്തില്ല, പേരും പറമ്പൊക്കെ ഓൻ്റെ പേരിലാണ്. ഇത് കള്ളുടിച്ച് കണ്ട് പേര് നേരത്തെ എൻ്റെ കുട്ടീനോട് പറയും ഇറങ്ങിപ്പോകാൻ, ഇതിൻ്റെ പേരിലാണ് എന്നെക്കാണ്ട് അടിയും കുത്തും ഓരോരോ ഇടങ്ങാറ് എൻ്റെ കുട്ടിനെ ചെയ്യുമോ. ഓക്കാണെങ്കിൽ 3-4 പെൺകുട്ടികളാണ്. ബന്ധം ഒഴിവാക്കാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ അപ്പം പേരും പറമ്പും ഓളെ പേരിലാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇത് മെമ്പറെ കണ്ടിട്ടൊന്നും കാര്യമില്ല. അമ്മറാജിനോടെ വെച്ചൊരു തീരുമാനം എടുത്താളെ, അയാളാവുമ്പോഴേ അതാ വൃത്തിയിൽ ചെയ്തു തരും. വേറെത്തിനും പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ എന്നെ കൊണ്ട് പെണ്ണടിച്ചാൽ മതി ആയിക്കണം. എന്താണ് കാട്ടില്? ഈ റോട്ടില് വയസ്സായ ആളല്ലേ, എന്താണ് നിങ്ങൾ കാട്ടില്? നിങ്ങൾക്ക് എന്താണ് തണ്ടു തടി ഞങ്ങൾ തല്ലാന്? എന്താണ് പ്രായമുള്ള ആളിട്ടാ തല്ലേന്? തണ്ട ചെയ്ത പണിക്കേ ഇതൊന്നും പോരാ. എന്തൊക്കെ ഇനിയും കൊടുക്കും ഞങ്ങള്, തച്ചു കൊല്ലാൻ എന്താണ് വേണ്ടത്. ആരെങ്കിലും ഓട്ടോസ് വിളിക്കണോ, നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ.